എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും സ്റ്റുഡന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബോട്ടണിയാണ്. +2 ബോട്ടണിയാണ്. നേരത്തെ പ്ലസ് ടു സുവോളജിയുടെ ആദ്യത്തെ ചാപ്റ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. സോ അതിന്റെ ലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും പോയി കാണുക. കാര്യം അതും റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആണ്, ഇതും റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട്. ബോട്ടണിയിൽ പ്ലാന്റ്സ് റിലേറ്റഡ് ആയിട്ട് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. അറിയുമായിരിക്കും, നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്തൊക്കെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇവിടെ സെക്ഷൽ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ കാര്യമാണ് മെയിൻ ആയിട്ട് പറയുന്നത്. സോ ആദ്യം നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്നത് യൂണിസെല്ലുലർ ഓർഗാനിസത്തിലും ചില പ്ലാന്റ്സിലും ചില ആനിമൽസിലും ഒക്കെയാണ്. യൂണിസെല്ലുലർ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലുള്ള ഓർഗാനിസത്തിലും ചില പ്ലാന്റ്സിലും ചില ആനിമൽസിലുമാണ് നമ്മൾ എന്താ പറയുക അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്നത്. അതായത് സെക്ഷലി അല്ലാതെ ഫെർട്ടിലൈസേഷൻ നടക്കാതെയുള്ള റീപ്രൊഡക്ഷൻ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇനി ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. എത്ര റീപ്രൊഡക്ഷൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരുപാട് ടൈപ്സ് ഉണ്ട്, പല രീതിയിൽ നടക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെയാണ് ഫിഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫിഷൻ എന്ന് പറയാം. അപ്പൊ എന്താണ് ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, in this the parent cell divides into 2 or more individuals. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോട്ടിസ്റ്റുകളും മൊണേറിയൻസ്, മൊണേറ വിഭാഗത്തിൽപ്പെട്ടതും പ്രോട്ടിസ്റ്റുകളും ഒക്കെയാണ് ഫിഷൻ വഴി. ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ടോ അതിൽ കൂടുതലോ ഡോട്ടർ സെൽസ് ആയിട്ട് മാറും. അതിനെയാണ് എന്ത് പറയാ ഫിഷൻ എന്ന് പറയാം. ഫിഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ബൈനറി ഫിഷനും അടുത്തത് മൾട്ടിപ്പിൾ ഫിഷനും. ബൈനറി എന്ന് പറഞ്ഞത് എന്താ? ബൈനറി ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഡിജിറ്റ് അല്ലെ. അപ്പൊ ബൈനറി എന്ന് പറഞ്ഞാൽ 2. അപ്പൊ ബൈനറി ഫിഷൻ നടക്കുന്നത് എന്താണ്? മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെൽസ് ആക്കി 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു. അതിനെയാണ് ബൈനറി ഫിഷൻ എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമീബ, പാരമീഷ്യം ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇനി മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഫിഷനില് നമ്മുടെ മദർ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2ൽ കൂടുതൽ സെൽസ് ആയിട്ട് ഡോട്ടർ സെൽസ് ആയിട്ട് മാറും. 2ൽ കൂടുതൽ ഡോട്ടർ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനെയാണ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ, ഒരുപാടെണ്ണം. മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്നത്. അതിലും എക്സാമ്പിൾ ആയിട്ട് വരുന്നത് പ്ലാസ്മോഡിയം അമീബയുമാണ്. അമീബ 2ഉം കാണിക്കും, ബൈനറി ഫിഷനും കാണിക്കും, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഫിഷൻ കാണിക്കും എന്നുള്ളതാണ്. ഇനി അമീബയുടെ നമുക്കൊരു എങ്ങനെയാണത് അമീബയിൽ നടക്കുന്നത് നോക്കാം. അൺഫേവറബിൾ കണ്ടീഷൻസിൽ ഓർത്ത് വയ്ക്കുക. അൺഫേവറബിൾ കണ്ടീഷൻസില് അമീബ അതിന്റെ സ്യൂഡോപോഡിയ ഉള്ളിലേക്ക് എടുക്കും. സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫോൾസ് ഫീറ്റ്. അത് ഭക്ഷണം ക്യാപ്ചർ ചെയ്യുന്ന ഒരു ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എൻലാർജ് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ് സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ വിഡ്രോ ചെയ്ത് അകത്തേക്ക് എടുത്തിട്ട് അതിന്റെ ചുറ്റും ആ അമീബയ്ക്ക് ചുറ്റും ഒരു 3 ലെയർഡ് ഹാർഡ് കവറിംഗ്, 3 ലെയറുള്ള ഒരു ഹാർഡ് കവറിംഗ് ഫോം ചെയ്യും. അതിനെയാണ് സിസ്റ്റ് എന്ന് പറയാൻ. ഈ ഒരു കണ്ടീഷനാണ് എൻസിസ്റ്റേഷൻ എന്ന് പറയാം. ആ ഒരു പ്രോസസ്സിനാണ് എൻസിസ്റ്റേഷൻ എന്ന് പറയാം. 3 ലെയറുള്ള ഒരു ഹാർഡ് കവറിംഗ് വന്ന് നിറയും. അതിന് എൻസിസ്റ്റേഷൻ എന്ന് പറയും. അൺഫേവറബിൾ കണ്ടീഷൻസിലാണ് അത്. ആലോചിക്കണം, അൺഫേവറബിൾ കണ്ടീഷൻ, അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരുമ്പോ അങ്ങനെ ഒരു സിസ്റ്റ് ഫോം ചെയ്യും. ഇനി ഫേവറബിൾ കണ്ടീഷൻസ് വരുന്ന സമയത്ത് ഈ എൻസിസ്റ്റഡ് അമീബ എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ ഫിഷൻ നടക്കും. ആ ഒരു സിസ്റ്റിനകത്ത് വെച്ചിട്ട് മൾട്ടിപ്പിൾ ഫിഷൻ നടക്കും. ഫേവറബിൾ കണ്ടീഷൻസ് അതിന് എന്താ പറയുക റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ സമയം വരുമ്പോൾ അത് ബൈനറി ഫിഷൻ നടന്ന് ഒരുപാടെണ്ണമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ശേഷം എന്ത് ചെയ്യും? ഈ സിസ്റ്റ് വാള് പൊട്ടിപ്പോയിട്ട് അതിനകത്തുള്ള സ്പോറുകളെല്ലാം പുറത്തേക്ക് തെറിച്ചു വിടും. പുറത്തേക്ക് തെറിച്ച് വീണ ശേഷം അതെല്ലാം ഇൻഡിവിജ്വൽ അമീബാസ് ആയിട്ട് ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങും. മനസ്സിലായ? ഒരു ചെടിയിൽ നിന്ന് ഒരു വിത്ത് പൊട്ടി, ഇപ്പൊ വെണ്ടയ്ക്കൊക്കെ എടുക്കുകയാണെങ്കിൽ വെണ്ടയ്ക്കയുടെ വിത്ത് പൊട്ടി അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു ചെടികളായിട്ട് മുളയ്ക്കുന്ന പോലെ സെയിം ഒരു പ്രോസസ് തന്നെ. ഓക്കെ, ആൻഡ് ഈ ഒരു സമയത്ത് ഈ എന്താ പറയാ ഇങ്ങനെ ഈ സ്പോർസ് പുറത്തേക്ക് വിടുന്ന അമീബയുടെ കുഞ്ഞു കുഞ്ഞു സ്പോർസ് പുറത്തേക്ക് വിടുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ഇതിനെ പറയുന്നതാണ് സ്പോറുലേഷൻ. ഈ ഒരു കണ്ടീഷനെ പറയുന്നതാണ് സ്പോറുലേഷൻ എന്ന് പറയുന്നത്. അടുത്താണ് ബഡ്ഡിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫിഷൻ, അടുത്തതാണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബഡ്ഡിംഗ്? ഇൻ ദിസ് എ ബഡ് അപ്പിയേഴ്സ് ആൻഡ് ഗ്രോസ് ഇൻ ദ പാരന്റ് ബോഡി ആഫ്റ്റർ മെച്ചുറേഷൻ. ഇറ്റ് ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി പാരന്റ് ബോഡി. നിങ്ങൾക്ക് അറിയുമായിരിക്കുമല്ലോ ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഹൈഡ്രിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മദർ പ്ലാന്റിന്റെ സൈഡിൽ ഒരു കുഞ്ഞ് ചെടി പോലെ വളരും. അത് കുറച്ച് കഴിയുമ്പോൾ അത് മെച്യൂരിറ്റി എത്തുമ്പോൾ അത് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മണ്ണിലേക്ക് വന്ന് നിൽക്കും. എന്നിട്ട് അവിടെ ഒരു ഇൻഡിവിജ്വൽ പ്ലാന്റ് ആയിട്ട്
അത് വളരാൻ തുടങ്ങും. അതിനെയാണ് ബഡിങ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് അതിന്റെ എക്സാമ്പിൾ പറയുന്നത് ഹൈഡ്ര, പിന്നെ സ്പോഞ്ച്, ഈസ്റ്റ് ഒക്കെയാണ് ബഡിങ്ങിന്റെ എക്സാമ്പിൾ പറയുന്നത്. അടുത്താണ് ഫ്രാഗ്മെന്റേഷൻ. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി, അതായത് ശരീരം പൊട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെയും എന്താവും, വേറൊരു ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് വളരും. അതിനെയാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുക. എക്സാമ്പിൾ ഹൈഡ്ര, പുതിയ ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ നടത്താം. സോ ഫ്രാഗ്മെന്റ്സ് അത് എല്ലാം പുതിയ പുതിയ ബോഡീസ് ആയിട്ട് ഇൻഡിവിജ്വൽ ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് എന്ത് പറയാ, ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുക. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹൈഡ്രയാണ്. ഇനി അടുത്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അറിയുമായിരിക്കും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിൽ നിന്ന് പുതിയൊരു ഇൻഡിവിജ്വൽ, ഇപ്പൊ ചെമ്പരത്തിയുടെ കൊമ്പ് വെച്ച് കഴിഞ്ഞാൽ അത് വളരും. സോ അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത് അതിന്റെ കൊമ്പാണ്. അതുപോലെ ഇപ്പോ വേറൊരു എക്സാമ്പിൾ പറയും, ഉരുളക്കിഴങ്ങിന്റെ അതിന്റെ നമ്മൾ കണ്ണെന്ന് പറയും, ആ ഒരു ഭാഗം ഐ എന്ന് പറയും, അതിന് പുതിയൊരു ഓഫ് സ്പ്രിങ് ഉണ്ടാവും. അതാണ് അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത്. ചേമ്പിന്റെ കിഴങ്ങാണ് വെക്കുക. സോ അതൊക്കെ അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. നമ്മൾ കുറെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിനെ കുറിച്ച് നമുക്ക് പറയാം. നമുക്ക് കുറെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിന്റെ എക്സാമ്പിൾസ് പറയാം. നോക്കാം. പൊട്ടറ്റോ അല്ലെ, ഉരുളക്കിഴങ്ങ്, അതിലെ എക്സാമ്പിൾ അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത് അതിന്റെ ബഡ്സ് ആണ്. നമ്മൾ ഐ എന്നൊക്കെ പറയാം, അതിന്റെ കണ്ണ് ഒരു മുള പോലെ വന്നിട്ടുണ്ടാവും. അതാണ് അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത്. ഇനി ജിഞ്ചറിലും ബനാനയിലും ഒക്കെ ആണെങ്കിൽ റൈസോം, ബനാനയിൽ നമ്മൾ കിഴങ്ങിനെ വെക്കുക, നമ്മുടെ വാഴയുടെ കിഴങ്ങാണ്, വാഴക്കന്ന് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പം വാഴയിലും ജിഞ്ചറിലും ഒക്കെ ഉണ്ടാകുന്നത് അതിന്റെ റൈസോം എന്ന് പറയുന്നത്. റൈസോം എന്ന് പറഞ്ഞാൽ അതിന്റെ നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു സെപ്പറേഷൻ പോലെ ഫീൽ ചെയ്യും. അതിന്നാണ് ഇതിന്റെ എന്ത് വരിക, ബഡ്സുകൾ വരിക. അതുപോലെ തന്നെ അവിടെ നിന്ന് തന്നെയായിരിക്കും വേര് വരിക. മണ്ണിലേക്ക് വരുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെയായിരിക്കും വേര് വരിക. ഇനി അഡ്വന്റീഷ്യസ് ബഡ്സ് ഓഫ് ബ്രയോഫിലിയം. എന്താണ് ബ്രയോഫിലിയം? ഇലമുളച്ചി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇലയിൽ നിന്ന് തന്നെയായിരിക്കും അതിന്റെ കുട്ടി ഇല വരും. നമ്മൾ വെറുതെ ഒരു ഇല പറിച്ച് നമ്മൾ മണ്ണിൽ കുത്തിവെച്ചാൽ ആ ഇലയിൽ നിന്ന് ചെടി വരും. അതിനാണ് ബ്രയോഫിലിയം എന്ന് പറയുക, ഇലമുളച്ചി എന്ന് പറയും. They arise from the leaves. Leaves എന്നാണ് notches at margins of leaves. ലീവ്സിന്റെ അറ്റത്ത് കുഞ്ഞൊരു ഉള്ളിലേക്ക് ഒരു ഇങ്ങനെ ഒരു എന്തായാലും എങ്ങനെ ഇപ്പൊ പറഞ്ഞുതരാ, അയല കണ്ടാൽ മനസ്സിലാവും. ഒരു ചെമ്പരത്തിയുടെ അലയിലൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ, അതുപോലെ ചെമ്പരത്തിന്ന് മുളക്കില്ല കേട്ടോ, അതുപോലെ ഒരു ഗ്യാപ്സ് ഉണ്ടാവും. ആ ഗ്യാപ്പുകളിൽ നിന്നായിരിക്കും അതിന്റെ പുതിയ ഓഫ് സ്പ്രിങ് ഉണ്ടാകുക. ഇനി ബൾബിൽ ഓഫ് അഗേവ് എന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം അതിന്. അഗേവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അന പോലത്തെ കുറച്ച് വലിയൊരു ചെടിയാണ്. പൈനാപ്പിൾ ഒക്കെ പോലെ അതിന്റെ ഒരു വലിയ സൈസ്, നമ്മൾ ഓർണമെന്റൽ ആയിട്ടൊക്കെ വീട്ടിൽ വളർത്തുന്ന ഒരു ചെടിയാണ്. ഒരു വലുതായിട്ട് മഞ്ഞയും പച്ചയും ഷെയ്ഡ്സിലൊക്കെ അത് കാണാറുണ്ട്. അതാണ് അഗേവ് എന്ന് പറയാം. ഇനി അടുത്തത് ഓഫ്സെറ്റ് ഓഫ് വാട്ടർ ഹയാസിൻ. കുളവാടിയിലൊക്കെ അതിന്റെ ഒരു കുട്ടിയായിട്ട് വന്നിട്ട് അത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പുതിയൊരു പ്ലാന്റ് ആയിട്ട് വരും. അതാണ് ഓഫ്സെറ്റ് എന്ന് പറയാം. ഇനി റണ്ണർ, സക്കർ, ട്യൂബർ, ബൾബ്. ഒനിയന്റെ ബൾബാണ്. റണ്ണർ എന്ന് പറഞ്ഞാൽ ജമന്തിയിലൊക്കെ റണ്ണറാണ്. അത് നിലത്ത് കൂടെ അങ്ങനെ പോയിട്ട് അവിടുന്ന് വേറെ മുളച്ചിട്ട് വേറൊരു ചെടിയായിട്ട് വരും. അതൊക്കെയാണ്. അപ്പൊ റണ്ണർ, സക്കർ, ട്യൂബർ, ബൾബൊക്കെ അതൊക്കെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിന്റെ എക്സാമ്പിൾ ആണ്. സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞതിൽ കൺഫ്യൂഷൻ അടിക്കാൻ മാത്രമൊന്നുമില്ല. എല്ലാം നമുക്ക് അറിയുന്ന ഓഫ് സ്പ്രിങ്സ് എങ്ങനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഉണ്ടാവുന്നത് നമുക്ക് അറിയുന്ന കുറെ എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത എന്താ പറയാ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ചില മെത്തേഡ്സ് ആണ് സൂസ്പോസ് എന്ന് പറയും. സൂസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈക്രോസ്പോറിക് ആയിട്ടുള്ള മെയിൽ സ്പോസ് എന്ന് പറയുന്നത് മോട്ടൈൽ ആയിരിക്കും. മെയിൽ എപ്പോഴും മോട്ടൈലാണ്, ഫീമെയിൽ എന്ന് പറയുന്നത് മോട്ടൈൽ ആയിരിക്കില്ല. ഓക്കെ, ചില ആൽഗേസിലും പ്രോട്ടിസ്റ്റുകളിലും ഒക്കെ ഇത് കാണാനായിട്ട് പറ്റും, ഈ സൂസ്പോറിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതുപോലെ വേറെ ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവുന്ന വേറെ അസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ വേറെ കുറെ സ്ട്രക്ചേഴ്സ് ആണ് കൊണീഡിയ. പെനിസിലിയത്തിൽ കൊണീഡിയ ഉണ്ട്. അതുപോലെ ജെമ്മ്യൂൾസ്, സ്പോഞ്ചിൽ ജെമ്മ കപ്സ് ഫോം ചെയ്യുക, ജെമ്മ്യൂൾസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ട്. സോ ജെമ്മ്യൂൾസ് ആണ് സ്പോഞ്ചിൽ കാണുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ കുറച്ച് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കോമൺ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അത് നടക്കാതെ വരുന്ന സമയത്താണ് ഈ ഓർഗാനിസംസ് ഒക്കെ എന്ത് ചെയ്യുക, സെക്ഷുവൽ റീപ്രൊഡക്ഷനിലേക്ക് കടക്കുക എന്നുള്ളത് എപ്പോഴും ഓർത്ത് വെക്കുക. ടെക്സ്റ്റിലുള്ള ഞാൻ സുവോളജി പറഞ്ഞ പോലെ തന്നെ ഇവിടെ പറയാണ്, ടെക്സ്റ്റിലുള്ള ഫിഗേഴ്സ് ഒക്കെ വളരെ വൃത്തിയായിട്ട് നോക്കിയിരിക്കുക. ഫിഗേഴ്സ് എക്സാമിന് തന്നിട്ട് ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. സോ വൃത്തിയായിട്ട് ഫിഗേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കും. ഞാൻ ഇവിടെ പിക്ചേഴ്സ് കാണിക്കുന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുമത്. അടുത്തതാണ് എന്ത്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എങ്ങനെയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇതിലൊക്കെ നടക്കുന്നത്? സോ അതിൽ ഗ്യാമറ്റോജെനിസിസ് ആണ് ആദ്യത്തെ
അല്ലെ? ഗ്യാമറ്റോജെനിസിസ് തന്നെയാണല്ലോ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ പറയാം. എങ്ങനെയാണ് ഗ്യാമേറ്റ്സ് ഉണ്ടാവുന്നത്? ഗ്യാമേറ്റ്സ് ഉണ്ടാവുമ്പോൾ രണ്ട് തരത്തിലുള്ള ഗ്യാമേറ്റ്സ് ആണല്ലോ ഉണ്ടാവുന്നത്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് ആണല്ലോ ഉണ്ടാവുന്നത്. ഈ ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ഗ്യാമേറ്റ്സ് ആണ്, അറിയാമെങ്കിൽ. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ n നമ്പർ ഓഫ് ക്രോമസോം, അതായത് 23 ക്രോമസോം ആയിരിക്കും ഗ്യാമേറ്റ്സിൽ ഉണ്ടാവുക. അത് ഗ്യാമേറ്റ്സ് ഉണ്ടായ ശേഷം അത് മൈറ്റോസിസ് വഴി നോർമൽ ഡിവിഷൻ നടക്കും. പിന്നെ രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അത് 46 ക്രോമസോം അല്ലെങ്കിൽ 23 പെയർ ഓഫ് ക്രോമസോം ആയിട്ട് ഒരു ഓർഗാനിസം ആയിട്ട് മാറുന്നത്. സോ അതിലെ ആദ്യത്തെ ഹോമോഗ്യാമേറ്റ്സ് എന്ന് പറയും. എന്താണ് ഹോമോഗ്യാമേറ്റ്സ്? ഹോമോഗ്യാമേറ്റ്സ് എന്ന് പറഞ്ഞാൽ സിമിലർ ഗ്യാമേറ്റ്സ്. ഹോമോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? ഹോമോ എന്ന് പറഞ്ഞാൽ സിമിലർ എന്നാണ് അർത്ഥം. ഹോമോഗ്യാമേറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൽ ഏതാണ് ഫീമെയിൽ ഏതാണെന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഗ്യാമേറ്റ്സ് ഉണ്ട്. അതിനെയാണ് ഹോമോഗ്യാമേറ്റ്സ് എന്ന് പറയുക. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ആൽഗേസ് ഉണ്ട്, ക്ലാഡോഫോറ പോലത്തെ ചില ആൽഗേസ് ഉണ്ട്. അതിലാണ് എന്ത് കാണുക? ഈ ഹോമോഗ്യാമറ്റിക് കണ്ടീഷൻ കാണുക. ഇനി ഹെട്രോഗ്യാമേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, നോർമലി ഫീമെയിൽ മെയിൽ ഗ്യാമേറ്റ്സും രണ്ടും ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഹെട്രോഗ്യാമേറ്റ്സ് ആണ്. ഫീമെയിൽ ഗ്യാമറ്റ് വേറെയാണ്, മെയിൽ ഗ്യാമറ്റ് വേറെയാണ്, അല്ലെ? അത് മെയിൽ ഗ്യാമറ്റ് ഉള്ളതിന് ആൻതറോസോയിഡ്. പ്ലാന്റ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ ഹ്യൂമൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പ്ലാന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിൽ ബെയറിംഗ് ആയിട്ടുള്ള, മെയിൽ സ്പേം ബെയറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പോർ ബെയറിംഗ് ആയിട്ടുള്ളതിനെ ആൻതറോസോയിഡ് എന്ന് പറയും. ആൻഡ് ഫീമെയിൽ ഉള്ളതിനെ നമ്മൾ എന്താ പറയുക? എഗ് എന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾ ഫ്യൂക്കസ്. ഒരു ആൽഗയാണ് ഫ്യൂക്കസ് എന്ന് പറയുന്നത്. അതുപോലെ ഹ്യൂമൻ ബീങ്സ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് എന്താണ് സെക്ഷുവാലിറ്റി. ബൈസെക്ഷുവലോ അല്ലെങ്കിൽ യൂണിസെക്ഷൽ. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, രണ്ടും മുന്നിൽ തന്നെയുള്ളത്. യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ്. സോ നമുക്ക് നോക്കാം ബൈസെക്ഷൽ എന്താണ്. ബൈസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് ഒരേ പ്ലാനിൽ തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ, സെയിം ആയിട്ട് ഇൻഡിവിജ്വലിൽ തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബൈസെക്ഷൽ എന്ന് പറയും. അപ്പൊ ചെമ്പരത്തി എന്ന് പറഞ്ഞ ഒരു ബൈസെക്ഷൽ പ്ലാന്റ് ആണ്. അതുപോലെ പിസം എന്ന് പറഞ്ഞാൽ പയർവർഗത്തിലൊക്കെ പെട്ടിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ എന്താ പറയാ ബൈസെക്ഷൽ ആയിട്ടുള്ളതാണ്. അതിൽ തന്നെ ഫീമെയിലും മെയിലും ഒന്നിൽ തന്നെ കാണാനായിട്ട് പറ്റും. സോ അതൊക്കെ ബൈസെക്ഷൽ ആണ്. ബൈസെക്ഷൽ പ്ലാന്റ്സ് ഹിബിസ്കസ്, പിസം, ഞാൻ പറഞ്ഞ സെയിം എക്സാമ്പിൾസ് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് മെയിൽ ഫ്ലവർ ഈസ് സ്റ്റാമിനേറ്റ്. മെയിൽ ഫ്ലവർ എന്ന് പറയുന്നത് സ്റ്റാമിനേറ്റ് ആയിരിക്കും, അതായത് സ്റ്റേമിൾസ് ബെയറിംഗ് ആയിരിക്കും. ആൻഡ് ഫീമെയിൽ ഫ്ലവർ പിസ്റ്റിലേറ്റ് ആയിരിക്കും, പിസ്റ്റിൽ ബെയറിംഗ് ആയിരിക്കും. ഇത് രണ്ടും ഒരു ചെടിയിൽ തന്നെ കാണാനായിട്ട് പറ്റും. അങ്ങനെ രണ്ടും ഫീമെയിൽ ഫ്ലവേഴ്സും മെയിൽ ഫ്ലവേഴ്സും ഒരു ചെടിയിൽ തന്നെ കാണുവാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് മൊണീഷ്യസ്. ഓക്കെ, അതായത് ഫീമെയിൽ ഫ്ലവേഴ്സും മെയിൽ ഫ്ലവേഴ്സും ഒരു ചെടിയിൽ തന്നെ കാണുവാണെങ്കിലാണ് അതിനെന്ത് പറയുന്നത്? മൊണീഷ്യസ് എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് കുർക്കുബിസ്. കുക്കുംബറിന്റെ ആണ് കുർക്കുബിസ് എന്ന് പറയുന്നത്. അതുപോലെ കോക്കനട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങ അറിയാലോ. പിന്നെ അടുത്താണ് ക്യാര. ഓക്കെ, ക്യാര എന്ന് പറഞ്ഞാൽ അതും ഒരു ചെടിയാണ്. അതൊക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് വരും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ബൈസെക്ഷൽ ആനിമൽസ്. ഏതാണ് ബൈസെക്ഷൽ ആനിമൽസ്? അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് പറയില്ലേ? ഹെർമാഫ്രോഡൈറ്റ്സ്. ഹ്യൂമൻ ഒരു ബൈസെക്ഷൽ ആനിമൽ ആണോ? ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ യൂണിസെക്ഷൽ ആനിമൽ ആണ്. എർത്ത് വേം, അതുപോലെ ലീച്ച്, സ്പോഞ്ച്, ടേപ്പ് വേം ഒക്കെ ബൈസെക്ഷൽ ആയിട്ടുള്ള ആനിമൽസ് ആണ്. ഇതിൽ മെയിലും ഫീമെയിലും ഒന്നിൽ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പലപ്പോഴും അതിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു ഓർഗാനിസത്തിൽ തന്നെ നടന്നിട്ട് അത് ഓഫ് സ്പ്രിങ്സ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. സോ ബൈസെക്ഷൽ ആനിമൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർത്ത് വേം, ലീച്ച്, സ്പോഞ്ച്, ടേപ്പ് വേം ഒക്കെ ബൈസെക്ഷൽ ആയിട്ടുള്ള ആനിമൽസ് ആണ്. ഇനി യൂണിസെക്ഷൽ ആയിട്ടുള്ള കേസ് പറയുകയാണെങ്കിൽ മെയിലും ഫീമെയിലും രണ്ടും വെവ്വേറെ ആയിരിക്കും. ഒരു മെയിൽ ചെടി ഉണ്ടാവും, അതുപോലെ ഫീമെയിൽ ആയിട്ട് വേറെ ചെടി ഉണ്ടാവും. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പപ്പായ. നമ്മുടെ പപ്പായ, അതുപോലെ തന്നെയാണ് നമ്മുടെ പന, വലിയ പനയൊക്കെ. ഇതൊക്കെ ചിലതിൽ കായ ഉണ്ടാവില്ല. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അത് മെയിലായിരിക്കും, പൂ മാത്രമായിരിക്കും ഉണ്ടാവുക, അത് ഫീമെയിൽ ആയിരിക്കും. ഈ പൂവില് വന്ന് ഏതെങ്കിലും ഒരു മെയിൽ പ്ലാന്റിൽ നിന്ന് വന്ന് ഫെർട്ടിലൈസ് ചെയ്താൽ മാത്രമേ കായ ഉണ്ടാവുള്ളൂ. അടുത്ത് എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ ഒരു ഫീമെയിൽ പ്ലാന്റും മെയിൽ പ്ലാന്റും ഏകദേശം അടുത്തടുത്ത് തന്നെ ഉണ്ടാവും. ഇല്ലെങ്കിൽ അതിൽ കായ ഉണ്ടാവാൻ ചാൻസ് തീരെ കുറവാണ്. കാരണം കാറ്റിലൊക്കെ വന്ന് ഇത് ഫെർട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ യൂണിസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ പ്ലാന്റ് വേറെ ആയിരിക്കും, ഫീമെയിൽ പ്ലാന്റ് വേറെ ആയിരിക്കും. എക്സാമ്പിൾസ് പപ്പായ, ഡേറ്റ് പാം, മെർക്കൻഷ്യ ഒക്കെ എക്സാമ്പിൾ ആണ്. യൂണിസെക്ഷൽ ആനിമൽസ് ഏതൊക്കെയാണ്? കോക്രോച്ച്, ഹയർ ആനിമൽസ്. ഒരുവിധം എല്ലാ ഹയർ ആനിമൽസും യൂണിസെക്ഷൽ ആണ്. കോക്രോച്ച് യൂണിസെക്ഷൽ ആണ്. ഫംഗൈ മേ ബി. അടുത്തത് ഫംഗസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫംഗൈ ചിലപ്പോ ഹോമോതാലിക് ആയിരിക്കും. ഒരു ഫംഗസിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് കാണാനായിട്ട് പറ്റും. അതിനെന്ത് പറയും? ബൈസെക്ഷൽ അല്ലെങ്കിൽ ഹോമോതാലിക് എന്ന് പറയും. അല്ലാത്തത് ഹെറ്ററോതാലിക്. ചിലപ്പോൾ യൂണിസെക്ഷൽ ഒന്നിലൊന്ന് മാത്രമേ കാണൂ, മെയിൽ മാത്രം, ഇല്ലെങ്കിൽ ഒന്നിൽ ഫീമെയിൽ മാത്രം കാണും. അങ്ങനെയുള്ളതിന് ഹെറ്ററോതാലിക് എന്ന് പറയും.
ഇനി അടുത്തതാണ് പറയാൻ പോകുന്നത് ഗ്യാമേറ്റ് ഫോർമേഷൻ നടക്കുന്നത്. ഇതിലെ ഒരു ലാസ്റ്റ് ടോപ്പിക് ആണ്, ഈ ഒരു ചാപ്റ്ററിലെ ഒരു ലാസ്റ്റ് ടോപ്പിക് ആണ് സെൽ ഡിവിഷൻ ഡ്യൂറിങ് ഗ്യാമേറ്റ് ഫോർമേഷൻ. ഗ്യാമേറ്റ്സ് ഫോം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരുപാട് മൊണേറ ഫാമിലിയിലും മൊണേറ വർഗത്തിൽപ്പെട്ടതും അതുപോലെ ഫംഗൈ, ആൽഗെ, ബ്രയോഫൈറ്റ്സിനൊക്കെ ഹാപ്ലോയിഡ് പാരന്റൽ ബോഡി ആയിരിക്കും, ഹാപ്ലോയിഡ് പാരന്റൽ ബോഡി ആയിരിക്കും ഉണ്ടാവുക. They produce haploid gametes by mitosis. അവര് നോർമൽ ഡിവിഷൻ, സെൽ ഡിവിഷൻ നടന്നിട്ടായിരിക്കും ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ n നമ്പർ ആണ് പറയുന്നത്, n നമ്പർ കേട്ടോ, n നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള ഒരു പ്ലാന്റ് ബോഡി ആയിരിക്കും ഉണ്ടാവുക. ഇനി ടെറഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് അതുപോലെ ചില ആനിമൽസിനൊക്കെ ഡിപ്ലോയിഡ് പാരന്റൽ ബോഡി, നമുക്കൊക്കെ എങ്ങനെ ഡിപ്ലോയിഡ് ആണ്, 2n നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അല്ലെ. അത് ദേ പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് ഗാമെറ്റ്സ് ബൈ മിയോസിസ് ഓഫ് മിയോസൈറ്റ്സ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് പറയാം, നമ്മൾക്ക് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് നമ്പർ ഓഫ് സെൽ ബോഡിയാണ്, അതായത് 2n നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമെറ്റ്സ് എങ്ങനെയുള്ളതായിരിക്കും, n നമ്പർ ഹാപ്ലോയിഡ് അല്ലെ, 23 നമ്പർ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും 23 നമ്പർ, ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും 23 നമ്പർ. ഈ രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് 2n നമ്പർ അല്ലെങ്കിൽ 46 ഉള്ള ഒരു ബോഡി ഉണ്ടാവുന്ന ഒരു സെൽ ഉണ്ടാവുന്നത്, 46 ക്രോമസോംസ് ഉള്ള ഒരു സെൽ ഉണ്ടാവുന്നത് പറയുന്നത്. ചില പ്ലാന്റ് ബോഡീസിന്റെ കേസ് പറയുകയാണെങ്കിൽ അതില് n നമ്പർ ഓഫ് ബോഡിയിൽ തന്നെ n നമ്പർ ഓഫ് ക്രോമസോംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് പറയുന്നത്. ചിലതിൽ 2n ആയിരിക്കും, ചിലതിൽ n നമ്പർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇനി അടുത്ത ഒരു പ്രോസസ് ആണ് പറയുന്നത് ഫെർട്ടിലൈസേഷൻ. അറിയുമായിരിക്കുമല്ലോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്യൂസിംഗ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ്സ് ടു പ്രൊഡ്യൂസ് ദി എംബ്രിയോ അല്ലെങ്കിൽ സൈഗോട്ട് എന്നുള്ളതാണ് നമ്മുടെ ഫെർട്ടിലൈസേഷൻ. അതിന് സിംഗമി എന്നുള്ള ഒരു പേരും കൂടെ പറയാറുണ്ട്. ഇനി ചില സിറ്റുവേഷൻസിൽ എന്താ പറയാ, റോട്ടിഫേഴ്സ് അതുപോലെ ഹണി ബി, ചില പല്ലി വർഗം, ലിസാർഡ്സ്, ചില ബേർഡ്സിലൊക്കെ എന്ത് സംഭവിക്കും, ഫെർട്ടിലൈസേഷൻ ബേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടർക്കി കോഴിയൊക്കെ അതിലൊക്കെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവും. രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യാതെ തന്നെ ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവാറുണ്ട്. ഫീമെയിൽ ഗാമേറ്റ് തനിയെ ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവാറുണ്ട്. അതിനെ പറയുന്നതാണ് പാർത്തനോജെനിസിസ്. അതായത് ഫാൾസ് ആയിട്ടൊരു ഫാൾസ് ഫെർട്ടിലൈസേഷൻ ആണ്. ഇപ്പോ നമ്മൾ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോഴിമുട്ടയ്ക്കില്ലേ, ഈ കോഴിമുട്ടയൊന്നും അട വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വിരിയില്ല. അത് ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ് പർപ്പസിന് വേണ്ടി മാത്രം, അത് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടായിരിക്കില്ല ഉണ്ടാക്കുക. അത് നോർമലി ഈ ഒരു ഫുഡ് പർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതായിരിക്കും. അത് അടവച്ച വിരിയില്ലതാണ്. അത് ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ടാണ്. ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് പ്രോജനി ആയിട്ട് ഒരു ഓഫ് സ്പ്രിംഗ് ആയിട്ട് മാറുള്ളൂ. സോ അങ്ങനെയുള്ള കണ്ടീഷനെ പറയുന്നതാണ് പാർത്തനോജെനിസിസ്. ഓർത്ത് വയ്ക്കുക, പാർത്തനോജെനിസിസ് എന്ന് പറയും. ഇനി ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും ഇന്റേണൽ ഫെർട്ടിലൈസേഷനും. നമ്മുടെ മനുഷ്യന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ അതെന്താണ്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് അല്ലെ. അതായത് ഓവർ യൂട്രസിനകത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സോ അത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. നമുക്ക് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും ഇന്റേണൽ ഫെർട്ടിലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ഒക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പറയാം, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനിൽ മോസ്റ്റ്ലി സിംഗമി എന്ന് പറയുന്ന ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് മോസ്റ്റ്ലി വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മീഡിയത്തിലായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നത്. സൈഗോട്ട് എന്ന് പറയുന്നത് പുറത്തായിരിക്കും, അതായത് ബോഡിയുടെ പുറത്തായിരിക്കും, വെള്ളത്തിൽ വെച്ചിട്ട് തന്നെയായിരിക്കും സൈഗോട്ട് ഉണ്ടാവുക. ആ വെള്ളത്തിൽ തന്നെയായിരിക്കും സൈഗോട്ട് എന്താ പറയാ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ തവളയുടെ കേസൊക്കെ അങ്ങനെയാണ്. അത് പുറത്ത് തന്നെയാണല്ലോ ഉണ്ടാവുന്നത്, അതിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ അതിന് ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അക്വാറ്റിക് മോസ്റ്റ് അക്വാറ്റിക് എന്താ പറയാ ഓർഗാനിസത്തിലാണ് ഉണ്ടാവുക. അതായത് ആൽഗെ, അതുപോലെ ചില ബോണി ഫിഷസ്, അതുപോലെ ആംഫീബിയൻസ് ഒക്കെ, വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ഓർഗാനിസത്തിലൊക്കെ ഇങ്ങനെയാണ് ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവുന്നത്. Such organisms show synchrony between the sexes and release large number of gametes into the surrounding medium to ensure fertilization അല്ലെങ്കിൽ സിംഗമി. അതായത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓർഗാനിസംസ്, അതായത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഓർഗാനിസംസ് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും ഒരുപാട് ഗാമേറ്റ്സിനെ പുറത്തേക്ക് വിടും, വെള്ളത്തിലേക്ക് വിടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫെർട്ടിലൈസ് ആവണം. ഫെർട്ടിലൈസേഷൻ നടക്കുക എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് ആണ്. സോ എളുപ്പം നടക്കണമെന്നില്ല. സോ ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ഏതെങ്കിലും ഒക്കെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉള്ളൂ, കുറച്ച് കുട്ടികളെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ഒരുപാടെണ്ണം എന്താ പറയാ പുറത്തേക്ക് വിടും. ഇതിനൊരു ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര വൾണറബിൾ ആണ് പ്രിഡേറ്റേഴ്സ്. ഒരുപാട് തവള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായാൽ അതിൽ കുറെ എണ്ണൊക്കെ ചത്തുപോകും. ശരിയല്ലേ പറഞ്ഞത്, ഒരുപാട് തവള കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് അതിന്റെ സർവൈവൽ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പ്രെഡേറ്റേഴ്സിന്
അത് കഴിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ സർവൈവൽ ബുദ്ധിമുട്ടാണ്. അതാണ് അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നമുക്ക് അറിയാം, ബോഡിക്ക് അകത്ത് വെച്ചിട്ടാണ് ടെറസ്ട്രിയൽ ഓർഗാനിസംസും നമുക്ക് ബേർഡ്സിനും പല റെപ്റ്റൈൽസിനും ഒക്കെ അകത്ത് വെച്ച് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കാറുണ്ട്. എന്നിട്ട് കുട്ടികളെ പുറത്തേക്ക് വരികയാണ് ചെയ്യുക. പ്ലാന്റ്സ് ആണെങ്കിൽ ബ്രയോഫൈറ്റ്സ്, ടെറഡോഫൈറ്റ്സ്, ജിംനോസ്പോംസ്, ആൻജിയോസ്പോംസ് ഒരു എന്താ പറയാ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഇവിടെ മോട്ടൈൽ ഇവിടുത്തെ ഒരു ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനിൽ രണ്ട്, അതായത് മെയിൽ ഫീമെയിൽ രണ്ട് ഗ്യാമേറ്റ്സ് ഉണ്ടായിരിക്കും, മോട്ടിലിറ്റി ഉണ്ടായിരിക്കും, മൂവ്മെന്റ് ഉണ്ടായിരിക്കും. കാര്യം രണ്ടും വന്നിട്ട് വേണം ഫ്യൂസ് ചെയ്യാൻ. അത് രണ്ടും മോട്ടിലിറ്റി ഉണ്ടാകും. പക്ഷെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ മെയിലിന് മാത്രമേ മോട്ടിലിറ്റി ഉണ്ടാവുള്ളൂ. ഫീമെയിൽ യൂട്രസിനകത്ത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബിനകത്ത് ആ ഒരു ഭാഗത്ത് തന്നെയായിരിക്കും. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹ്യൂമൻസിന്റെ കാര്യം പറഞ്ഞതാണ്, പ്ലാന്റ്സിന്റെ കാര്യം പറയുമ്പോൾ എവിടെയാണോ ഫീമെയിൽ ഗ്യാമറ്റ്സ് ഇരിക്കുന്നത് അവിടെ തന്നെയായിരിക്കും. മെയിൽ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക, ഓവറിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇനി ഇൻ സീഡ് പ്ലാന്റ്സ് നോൺ മോട്ടൈൽ മെയിൽ ഗ്യാമറ്റ്സ് ആർ ക്യാരിഡ് ടു ദി ഫീമെയിൽ ബൈ പോളൻ ട്യൂബ്സ്. അതായത് ചില സീഡ്സ് ഉണ്ടാവുന്ന പ്ലാന്റ്സിൽ മെയിലും മോട്ടിലിറ്റി ഉണ്ടാവില്ല. അതെങ്ങനെയാണ് പോളിനേഷൻ നടക്കുന്നത് എങ്ങനെയാ വെച്ചാൽ വിൻഡും എയറും വാട്ടറും ഒക്കെ വഴി അതിലേക്ക് പോയിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സോ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫോക്കസ് പോയിന്റ് ബേസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിക്കുക. ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് അയക്കുക. അതുപോലെ റാപ്പിഡ് കോഴ്സ് ഉണ്ട്, നമ്മൾ 3 മാസത്തിന് വേണ്ടിയിട്ട് റാപ്പിഡ് കോഴ്സ് ബയോളജി ഇല്ല, ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ് ആണുള്ളത്. സോ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. അതിന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാൻ നന്നായിട്ട് തന്നെ പഠിക്കും.